വിൽ ഡു. ക്യാൻ യു ഹെൽപ്പ് മീ, എന്നെ ഒന്ന് സഹായിക്കാമോ? വിൽ ഡു. വിൽ ഡു എന്ന് വെച്ചാൽ ഓക്കെ ആണ്, ഞാൻ താങ്കളെ സഹായിക്കാം എന്നാണ് അതിൻ്റെ ആശയം. വിൽ ഡു എന്നുള്ള ഫ്രേസ് നേറ്റീവ് സ്പീക്കേഴ്സ് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ശൈലിയാണ്. അതായത് ഞാൻ തയ്യാറാണ്, ഞാൻ റെഡിയാണ് എന്നിങ്ങനെ നമ്മുടെ വില്ലിനെസ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്നൊരു ഫ്രേസാണ് വിൽ ഡു എന്നുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, അവിടെ സബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടില്ല, വിൽ ഡു എന്നുള്ള ഒരു ഫ്രേസ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ആശയം എന്ന് വെച്ചാൽ ഞാൻ റെഡിയാണ്, ഓക്കെ ആണ് എന്നാണ് അതിൻ്റെ ആശയം. ക്യാൻ യു ഹെൽപ്പ് മീ, എന്നെ ഒന്ന് സഹായിക്കാമോ? വിൽ ഡു, സഹായിക്കാം, ഓക്കെ ആണ് എന്നാണ് അതിൻ്റെ ആശയം. നെക്സ്റ്റ്, വുഡ് യു പിക്ക് അപ്പ് സം മിൽക്ക് അറ്റ് ദ സ്റ്റോർ, കടയിൽ നിന്ന് കുറച്ച് മിൽക്ക് മേടിക്കാമോ? വിൽ ഡു, മേടിക്കാം എന്നുള്ളൊരു ആൻസറാണ്. ഇവിടെ പിക്ക് അപ്പ് എന്ന് പറയുന്നത് ഒരു ഫ്രേസൽ വെർബാണ്. അതിൻ്റെ ആശയം എന്ന് വെച്ചാൽ കളക്ട് ചെയ്യുക, മേടിക്കുക എന്നൊരാശയമാണ് ഈ ഒരു സെൻറ്റൻസിൽ കൊടുത്തിരിക്കുന്നത്. വുഡ് യു പിക്ക് അപ്പ് സം മിൽക്ക് അറ്റ് ദ സ്റ്റോർ, കടയിൽ നിന്ന് കുറച്ച് മിൽക്ക് മേടിക്കാമോ? വിൽ ഡു, മേടിക്കാം എന്നുള്ളൊരു ആൻസറാണ്. നെക്സ്റ്റ്, ക്യാൻ യു ആസ്ക് ദം ടു കം ഇൻ ടുമോറോ ആഫ്റ്റർനൂൺ, നാളെ ഉച്ചയ്ക്ക് ശേഷം അവരോട് വരാൻ പറയാമോ? വിൽ ഡു, ഞാൻ പറയാം എന്നുള്ള റിപ്ലൈ ആണ്. നെക്സ്റ്റ്, ക്യാൻ യു ഗ്രാബ് സം കോഫി ഓൺ യുവർ വേ ഇൻ, നീ വരുന്ന വഴിക്ക് കുറച്ച് കോഫി മേടിച്ചുകൊണ്ട് വരാമോ? വിൽ ഡു, മേടിക്കാം. ഐ വിൽ പിക്ക് അപ്പ് യുവർ ഫേവറേറ്റ് ബ്ലെൻഡ്, ഞാൻ നിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലെൻഡ് മേടിച്ചുകൊണ്ട് വരാം എന്ന് പറയുകയാണ്. ബ്ലെൻഡ് എന്ന് വെച്ചാൽ ആ ഒരു കോഫി മിക്സ്ചർ, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആ ഒരു മിക്സ്ചർ, അത് ഞാൻ മേടിച്ചുകൊണ്ട് വരാം എന്നിവിടെ പറയുകയാണ്. വിൽ ഡു, മേടിച്ചുകൊണ്ട് വരാം. ഐ വിൽ പിക്ക് അപ്പ് യുവർ ഫേവറേറ്റ് ബ്ലെൻഡ്. നെക്സ്റ്റ്, കുഡ് യു സെൻഡ് മീ ദ റിപ്പോർട്ട് ബൈ നൂൺ, ഉച്ചയ്ക്ക് മുമ്പ് നീ എനിക്ക് ആ റിപ്പോർട്ട് ഒന്ന് അയച്ചു തരുമോ? വിൽ ഡു, ഞാൻ അയച്ചു തരാം എന്നുള്ളൊരു റിപ്ലൈ ആണ്. നെക്സ്റ്റ്, ഡോണ്ട് ഫോർഗെറ്റ് ടു ഷെഡ്യൂൾ ദ ടീം മീറ്റിംഗ്, ഓക്കെ, ടീം മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, വിൽ ഡു, ഞാൻ ഷെഡ്യൂൾ ചെയ്യാം. ഐ വിൽ സെറ്റ് ഇറ്റ് അപ്പ്, ഞാനത് അറേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞൊരു റീപ്ലൈ ആണ്. ഇവിടെ സെറ്റ് അപ്പ് എന്നുള്ളത് ഒരു ഫ്രേസൽ വെർബാണ്, ഒരു സപ്പറബിൾ ഫ്രേസൽ വെർബാണ്. അതുകൊണ്ടാണ് ഇറ്റ് എന്നുള്ള പ്രോണൗൺ സെറ്റപ്പിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ മീറ്റിങ്ങിൻ്റെ കാര്യമാണ്. ഐ വിൽ സെറ്റ് ഇറ്റ് അപ്പ്, ഞാനത് അറേഞ്ച് ചെയ്യാം എന്നുള്ളൊരു ആൻസറാണ്. ഇനി ഈസ് ദിസ് ഓക്കെ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ പല സിറ്റുവേഷനിലൊക്കെ നമ്മൾ ചോദിക്കാറുള്ളതാണ്. ഈസ് ദിസ് ഓക്കെ എന്ന് വെച്ചാൽ ഇത് ഓക്കെ ആണോ എന്ന് നമ്മൾ ചോദിക്കാറുള്ളതാണ്. നമ്മൾ നല്ലൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നാൽ നമ്മൾ നമ്മുടെ സുഹൃത്തിനോട് ചോദിക്കും, അല്ലെങ്കിൽ നമ്മുടെ വൈഫിനോട് ചോദിക്കും, ഈസ് ദിസ് ഓക്കെ, ഇത് ഓക്കെ ആണോ, ഇത് നല്ലതാണോ എന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണിത്, ഈസ് ദിസ് ഓക്കെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ ഇങ്ങനെ വേണം മറുപടി കൊടുക്കാനായിട്ട്. ഇറ്റ് വിൽ ഡു എന്ന് വേണം നിങ്ങൾ മറുപടി കൊടുക്കാനായിട്ട്. ഇറ്റ് എന്നുള്ള സബ്ജക്റ്റ് ആഡ് ചെയ്ത് വേണം നിങ്ങൾ മറുപടി കൊടുക്കാനായിട്ട്. അതിൻ്റെ ആശയം എന്ന് വെച്ചാൽ ഇറ്റ്സ് ഓക്കെ അല്ലെങ്കിൽ ഇറ്റ്സ് ഗുഡ് ഇനഫ് എന്നാണ്. അതായത് ഇത് മതി, ഇത് മതിയാകും എന്നാണ് അതിൻ്റെ ആശയം. മീൻസ് അത് വളരെ നല്ലതല്ല, പക്ഷേ ഓക്കെയാണ്, മതിയാകും. ആ ഒരാശയമാണ് ഇറ്റ് വിൽ ഡു എന്നുള്ളത്. ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആരെങ്കിലും നമ്മളോട് ഈസ് ദിസ് ഓക്കെ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇറ്റ് വിൽ ഡു എന്ന് വേണം മറുപടി കൊടുക്കാൻ. ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഹൗസ് ദ ഷർട്ട്, ഷർട്ട് എങ്ങനെയുണ്ട്? ഈസ് ദിസ് ഓക്കെ, ഇത് ഓക്കെ ആണോ? അപ്പോൾ അവിടെ റീപ്ലൈ കൊടുക്കുകയാണ് ഇറ്റ് വിൽ ഡു എന്ന് വെച്ചാൽ അത് ഓക്കെ ആണ്. മീൻസ് വളരെ നല്ലതല്ല, വളരെ ഗ്രേറ്റ് അല്ല, പക്ഷേ ഓക്കെ ആണ്, അത് മതിയാകും എന്നാണ് അതിൻ്റെ ആശയം. മീൻസ് ഇറ്റ്സ് ഗുഡ് ഇനഫ് എന്നുള്ള ഒരു ആശയമാണ് ഇറ്റ് വിൽ ഡു എന്നുള്ളത്. ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഈസ് ദിസ് ഓക്കെ, ഇത് ഓക്കെ ആണോ? നോ ഇറ്റ് വോണ്ട് ഡു, ഇത് ഓക്കെ അല്ല എന്നുള്ളൊരു നെഗറ്റീവ് ആൻസറാണ്. അതായത് ഇറ്റ് വിൽ ഡുവിൻ്റെ നെഗറ്റീവാണ് ഇറ്റ് വോണ്ട് ഡു എന്നുള്ളത്. അതായത് ഇറ്റ് വിൽ നോട്ട് ഡുവിൻ്റെ കോൺട്രാക്റ്റഡ് ഫോമാണ് ഇറ്റ് വോണ്ട് ഡു എന്നുള്ളത്. അതിൻ്റെ ആശയം എന്തെന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ഓക്കെ എന്നാണ്. അതായത് ഓക്കെ അല്ല എന്ന് പറയുവാനായിട്ടാണ് നമ്മൾ ഇറ്റ് വോണ്ട് ഡു നമ്മൾ പറയാറുള്ളത്. ഇത് ഓക്കെ അല്ല, നോട്ട് ഗുഡ് ഇനഫ്, അത്ര മികച്ചതല്ല, അത്ര നല്ലതല്ല, നല്ല തീരുമാനമല്ല, പോരാ എന്നിങ്ങനെ പറയുവാനായിട്ടാണ് നമ്മൾ ഇറ്റ് വോണ്ട് ഡു നമ്മൾ പറയാറുള്ളത്. ഈസ് ദിസ് ഓക്കെ, ഇത് ഓക്കെ ആണോ? നോ ഇറ്റ് വോണ്ട് ഡു, അല്ല ഓക്കെ അല്ല എന്നുള്ളൊരു ആൻസറാണ്. ഇത് നമുക്ക് ദിസും ചേർത്തും പറയാം, നോ ദിസ് വോണ്ട് ഡു എന്നും പറയാം. സെയിം ആശയം തന്നെയാണ്. ഇത് ഓക്കെ അല്ല എന്നാണ് ഇതിൻ്റെ ആശയം. നെക്സ്റ്റ്, ഹൗ അബൌട്ട് വി മീറ്റ് അറ്റ് 9 AM ടുമോറോ, നാളെ രാവിലെ 9 മണിക്ക് നമുക്ക് കണ്ടുമുട്ടിയാലോ എന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. അഭിപ്രായം ചോദിക്കുകയാണ്. ഹൗ അബൌട്ട് വി മീറ്റ് അറ്റ് 9 AM ടുമോറോ, നോ സാധിക്കത്തില്ല. ഇറ്റ് വോണ്ട് ഡു, അത് ഓക്കെ ആകില്ല. ഐ ഹാവ് എ മോർണിംഗ് അപ്പോയിൻമെൻറ്റ്, എനിക്കൊരു മോർണിംഗ് അപ്പോയിൻമെൻറ്റ് ഉണ്ട് എന്നുള്ളൊരു ആൻസറാണ്. ആശയം പിടി കിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ക്യാൻ വി പോസ്റ്റ്പോൺ ദ ഡെഡ് ലൈൻ ബൈ എ ഡേ, നമുക്ക് ഡെഡ് ലൈന് ഒരു ദിവസത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ക്യാൻ വി പോസ്റ്റ്പോൺ ദ ഡെഡ് ലൈൻ ബൈ എ ഡേ, നോ ഇല്ല, സാധിക്കില്ല. ഇറ്റ് വോണ്ട് ഡു, അത് ഓക്കെ ആകില്ല. ദ ക്ലയൻറ്റ് ഈസ് എക്സ്പെക്റ്റിംഗ് ഇറ്റ് ഓൺ ടൈം, ക്ലയൻറ്റ് അത് കറക്റ്റ് സമയത്ത് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുള്ളൊരു ആൻസറാണ്.